ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി തുള്ളിക്കൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ വസുന്ധരയുടെ മുമ്പിൽ. പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പൊ നയനയോട് നമ്മുടെ വസുന്ധര പറയാ, ചുമ്മാതെയാ മോളെ, ചുമ്മാതെയാ. അവക്കുള്ളിന്റെ ഉള്ളിൽ മോളോട് സ്നേഹമുണ്ട്, നല്ല സ്നേഹം. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല മുത്തശ്ശി. ഇവിടെ വന്ന് തല തോർത്തി തന്നപ്പോ പോലും എന്നെ ഓരോന്ന് പറയുമായിരുന്നു. ദേവയാനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അത് വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാലേ അതിന്റെ മാറ്റം, അല്ലാതെ വേറൊന്നുമല്ല. അതൊന്നും അല്ല മോളെ, നല്ല മാറ്റമുണ്ട്. ഇനി മോളെ അവളെ സഹായിച്ചതെന്ന് അവൾ അറിഞ്ഞു കാണുമോ? അതിന് ഒരു ചാൻസും ഇല്ല. ഇപ്പൊ കൂടി എന്നോട് പറഞ്ഞതേ ഉള്ളൂ, അമ്മയെ സഹായിച്ച പെൺകുട്ടീനെ ഇതുവരെ കാണാൻ പറ്റിയില്ല എന്ന്. പെൺകുട്ടികളായാൽ അങ്ങനെ വേണമെന്നും പറഞ്ഞു. അപ്പൊ പിന്നെ മോൾക്ക് പറഞ്ഞുകൂടായിരുന്നു ആ പെൺകുട്ടി ഞാൻ തന്നെയാണെന്ന്? അത് പിന്നെ അതെങ്ങനെ പറയാൻ പറ്റും മുത്തശ്ശി? അത് ആദർശേട്ടനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ദേഷ്യമാവില്ലേ? അപ്പൊ അതിന്റെ കാര്യമുണ്ടോ? ഇനി നമുക്ക് വലിയ വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത്. അത് എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണല്ലോ. ആ, അത് ശരിയാ മോളെ. എന്നാ പിന്നെ ഞാൻ പോയി കോലം വരയ്ക്കട്ടെ മുത്തശ്ശി. മോള് പോയി കോലം വരച്ചോ. അങ്ങനെ നമ്മുടെ വസന്തരിക്കും ചെറിയ സംശയമൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ദേവയാനിയുടെ ഈ ഒരു മാറ്റം അതൊരു വല്ലാത്ത മാറ്റം തന്നെയാണ്. ഏതായാലും ഈ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. ഈ സമയത്ത് നമ്മുടെ നയന ഇങ്ങനെ കോലം വരയ്ക്കുകയാണ്. നയന കോലം വരയ്ക്കുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ ദേവയാനി മാറി നിൽപ്പുണ്ട് കേട്ടോ. ഏതായാലും ദേവയാനി ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുക, ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയത് എൻ്റെ മഹാഭാഗ്യമാണ്. ഇവള് കയറി വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അതിരാവിലെ കുളി കഴിഞ്ഞ് ഇതുപോലെ കോലം വരച്ചു തുടങ്ങിയതാ. പക്ഷെ എന്നാലേ അന്ന് അതിൻ്റെ മഹത്വം കാണാൻ എനിക്ക് പറ്റിയില്ല, അതിൻ്റെ സൗന്ദര്യം കാണാനും എനിക്ക് പറ്റിയില്ല. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ ഇവളുടെ സൗന്ദര്യം ഞാൻ അങ്ങോട്ട് ആസ്വദിക്കട്ടെ എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ നയന കോലം വരയ്ക്കുന്നതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചു മതി മറന്ന് നമ്മുടെ ദേവയാനി നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ നയനയെ തന്നെ നോക്കി നിൽക്കുന്നത് നയനെ കണ്ടു. അപ്പൊ നയനെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്താ അമ്മേ, എന്താ പറ്റിയത്? അതെ, എത്ര മനോഹരമായിട്ടാ മോള് കോലം വരയ്ക്കുന്നത്. കൊള്ളാട്ടോ. ഓഹോ, ഇപ്പോഴാണോ ഇതിനൊക്കെ സൗന്ദര്യം കൂടിയത്? പണ്ടിത് കാണുന്നത് ഇഷ്ടമല്ലായിരുന്നല്ലോ. അത് പിന്നെ സത്യം പറഞ്ഞ കുറച്ച് നാളായിട്ടേ ഞാൻ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട് മോളെ തിരിച്ചറിഞ്ഞതിന് ശേഷം. അതെ, രാവിലെ നടക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞത്. സത്യം പറഞ്ഞാലേ ഞാനങ്ങനെ നടക്കാൻ പോകാറൊന്നുമില്ല. ജയേട്ടൻ പോകുമ്പോൾ ചിലപ്പം കൂടെ പോകും, അത്രേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ഇപ്പൊ ഒന്ന് നടക്കാൻ പോയാലോ? അയ്യോ, ഒന്നിച്ചോ? അതെങ്ങനെ ശരിയാകും? ഒന്നിച്ചു പോകണ്ട, മോള് റെഡി ആയിട്ട് വന്നാൽ മതി. ഞാന് ആദ്യം ഒന്ന് പോകാം, വഴിയിൽ കാത്തു നിൽക്കാം. അതെ, എന്റെ തല തോർത്തി തന്നതിപ്പോ മുത്തശ്ശി കണ്ടതേ ഉള്ളൂ. ഇനി ഒരുമിച്ച് നടക്കുന്നതും കൂടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലേ പിടിക്കപ്പെട്ടത് തന്നെ. ഇതൊക്കെ പിടിക്കപ്പെടും. അതൊന്നും ഇതാരും അറിയുന്നില്ലല്ലോ മോളെ, ആരും അറിയില്ല. ആദർശ് ഇന്ന് നടക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ എണീറ്റേനെ. അതുകൊണ്ടാ മോളെ ഞാൻ പറഞ്ഞത്, നമുക്ക് ഗ്രൗണ്ടിൽ പോയി 5-6 റൗണ്ട് നടക്കാം. അതിനിടയിൽ സ്വസ്ഥതയോടുകൂടി സംസാരിക്കാലോ. സത്യം പറഞ്ഞാൽ ഈ കള്ളക്കളി വലിയ ബുദ്ധിമുട്ടല്ലേ മോളെ? അമ്മ കാരണമല്ലേ, അല്ലെങ്കിൽ പിന്നെ ഇത് പൊളിക്കായിരുന്നല്ലോ. തൽക്കാലം ഇത് പൊളിക്കണ്ട, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. എങ്കിൽ പിന്നെ മോള് പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ. ഈ അമ്മ റെഡിയായി ഓടാൻ പോവാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട്, നടക്കാൻ പോവാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി റെഡി ആയിട്ട് നടക്കാൻ പോയി. അതിന്റെ പുറകെ നമ്മുടെ നയനയും നടക്കാനായിട്ട് ഇറങ്ങണം. അപ്പൊ ഈ സമയത്താണ് കേട്ടോ പതിയെ പതിയെ നമ്മുടെ നയന റൂമിലേക്ക് കയറി വരുന്നത്, നടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട്. അപ്പം ഭയങ്കര ഉറക്കോ നമ്മുടെ ആദർശ്. അങ്ങനെ പതിയെ കയറി വന്ന ആദർശിനെ ഒന്ന് പതുക്കെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വീശി നോക്കുക മുഖത്തൂടെ. അപ്പൊ നല്ല ഉറക്കമാണ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും. എങ്കിൽ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നടക്കാൻ അങ്ങ് പോകാമല്ലോ. നമ്മുടെ നയനെ പതിയെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നടക്കാൻ പോകാൻ ഇറങ്ങാം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങിയിട്ട് നമ്മുടെ നയനെ പതിയെ ഉറങ്ങിക്കിടക്കുന്ന ആദർശനോട് പറഞ്ഞു, അതെ, അമ്മായിയമ്മയും മരുമകളും ഒന്ന് നടന്നിട്ട് വരാം, എൻ്റെ പൊന്നാര ചെക്കൻ ഇവിടെ കിടക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ അങ്ങ് പോകുന്നത്. പറഞ്ഞിട്ടല്ല, മനസ്സിലാട്ടോ പറയുന്നത്. നമ്മുടെ ആദർശ ഉറക്കമായതുകൊണ്ട് ആദർശത്തിന് ഇത് കേൾക്കുന്നുമില്ല, അത് വേറെ കാര്യം. അങ്ങനെ നമ്മുടെ ദേവയാനിയും നയനിയും കൂടെ നടക്കാൻ വേണ്ടി ഇറങ്ങാണ് കേട്ടോ. ഏതായാലും രണ്ടുപേരുടെ വേഷമൊക്കെ അടിപൊളിയാണ്. മരുമോളും അമ്മയാണെന്നൊന്നും പറയത്തില്ല കേട്ടോ, ചേച്ചി അനിയത്തിയാന്നേ പറയത്തുള്ളൂ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നയന പറഞ്ഞു, അമ്മേ, ഇനിയിപ്പം ആദർശേട്ടന് സംശയം ഉണ്ടാവുമോ? മറ്റാരും സംശയിക്കാനുള്ള സാധ്യതയില്ല.
എന്നാലേ ആദർശേട്ടൻ നമ്മളെ കൃത്യമായിട്ടങ്ങ് മനസ്സിലാക്കും. അങ്ങനെ ആദർശേട്ടൻ നമ്മൾ ഇറങ്ങിയപ്പം അവൻ ഉറക്കമല്ലായിരുന്നു മോളെ, അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ലെന്നേ. ദേ മോള് പേടിക്കേ വേണ്ട. ഇടയ്ക്ക് നടക്കാൻ പോകുമ്പം ആദർശേട്ടനെ വിളിക്കാറുണ്ടായിരുന്നു അമ്മേ. അപ്പോഴൊക്കെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് ഒഴിയുമായിരുന്നു. ഇന്ന് പിന്നെ പെട്ടെന്ന് ഞാൻ എന്തുകൊണ്ടാ നടക്കാൻ പോയെന്ന് ചിന്തിക്കുവോ? അങ്ങനെ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചിന്തിക്കുവാണ്, അങ്ങോട്ട് ചിന്തിക്കട്ടെ. ആദർശന് മാത്രമല്ല ജയേട്ടനും സംശയം കാണും, ഞാൻ എന്താ പതിവില്ലാതെ നടക്കാൻ പോയതെന്ന്. ഞാനും അങ്ങനെ നടക്കാറില്ലല്ലോ. അത് അച്ഛനും മോനും തമ്മിൽ ഡിസ്കസ് ചെയ്താൽ ഈ നാടകം അവിടെ അവസാനിക്കില്ലേ അമ്മേ? അങ്ങനെ ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാല് അങ്ങനെ എനിക്ക് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വെറുപ്പാണല്ലോ ഞാൻ മോളോട് പ്രകടമാക്കിക്കൊണ്ടിരുന്നത്. കരള് തരാൻ തയ്യാറായ സമയത്ത് മോൾ എന്നെ കാണാൻ വന്നിരുന്നല്ലോ. ആ സമയത്ത് ആദർശിന്റെ മുന്നിൽ വെച്ച ഞാൻ മോളെ ആട്ടിപ്പായിച്ചത് അറിയാലോ. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ അമ്മേ, അതൊക്കെ ഓർത്ത് എന്തിനാ സങ്കടപ്പെടുന്നേ? അല്ല മോളെ, ഒന്നും മറക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തോ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് തികട്ടി ഇങ്ങ് വരും. ആദർശും അവന്റെ അച്ഛനും ഇതൊക്കെ എണ്ണി എണ്ണി ചോദിച്ചാലേ അവർക്ക് കൊടുക്കാൻ എൻ്റെ പക്കൽ ഒരു മറുപടി ഇല്ലാത്തൊരവസ്ഥയാണ്. അല്ല എന്ന് വെച്ചാൽ നമ്മൾ എത്ര നാൾ ഈ കള്ളക്കളി തുടരും അമ്മേ? അത് പിന്നെ എന്തെങ്കിലും പിടിക്കപ്പെടും. അതുവരെ നമുക്കിങ്ങനെ മുന്നോട്ടേക്ക് അങ്ങ് പോകാം. പിന്നെ ആരെ അറിയിക്കാതെ നമുക്കിതിനൊരു അവസാനം കണ്ടെത്താനേ പറ്റത്തുള്ളൂ. അച്ഛനും ചേട്ടനും ഒക്കെ ഏത് നേരവും എന്നോട് പറയുന്നുണ്ട് എൻ്റെ വാശി അവസാനിപ്പിച്ചിട്ട് മരുമകളെ സ്നേഹിക്കണമെന്ന്. പക്ഷെ ഞാനതിന് തയ്യാറായിട്ടില്ലല്ലോ ഇതുവരെ. അവര് പറയുന്ന ഉപദേശം കേട്ട പോലെ ഞാൻ എൻ്റെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങ് വരുത്താം. അപ്പൊ പിന്നെ പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാലും അവർക്ക് സംശയം തോന്നൂലല്ലോ. എങ്ങനെയുണ്ട് അമ്മയുടെ ഐഡിയ? നല്ല ഐഡിയ ഒക്കെ തന്നെയാ. എങ്കിൽ പിന്നെ മോൾ അതിനു പറ്റിയൊരു സാഹചര്യം എത്രയും പെട്ടെന്ന് സൃഷ്ടിക്കണം. എങ്ങനെ എങ്ങനെ സൃഷ്ടിക്കണം? അല്ല, മക്കളോടും മരുമക്കളോടൊക്കെ അമ്മമാർക്ക് ദേഷ്യം വന്നാലും അത് മാറുന്നൊരു സമയമുണ്ട്. അതെപ്പോഴാണെന്ന് അറിയാമോ? അതെപ്പോഴാ? അതെ, പെൺകുട്ടികൾ അമ്മയാകാൻ പോകുന്നു എന്നറിയുമ്പം. അയ്യേ, അപ്പോഴോ? അയ്യെന്നോ? ഇതിനെന്തിനാ അയ്യെന്ന് വെക്കുന്നത്? അല്ല, ഒരല്ലായും ഇല്ല. അങ്ങനെ ഒരു വാർത്ത മോൾ ഇതുവരെ കേൾപ്പിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു വാർത്ത കേൾപ്പിച്ചു കഴിഞ്ഞാൽ മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് മോളെ സ്നേഹിച്ചു തുടങ്ങാം. അപ്പൊ പിന്നെ ആർക്കും സംശയമില്ല. ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വരുമോ? ആരും ചോദ്യം ചെയ്യാനും വരില്ല. പേരക്കുട്ടിയുടെ നല്ല ജനനത്തിന് വേണ്ടി ആ കുഞ്ഞിന്റെ മുത്തശ്ശി മരുമകളെ സ്നേഹിക്കുന്നു, അങ്ങനെ വരത്തുള്ളൂ. അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? മോള് പറഞ്ഞതുപോലെ ഈ നാടകം എന്തായാലും അവസാനിപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ. അതിന് ഇതുപോലുള്ള ഒരു അവസരം ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. ഇത് നല്ല ഐഡിയ അല്ലേ? ഭയങ്കര നല്ല ഐഡിയ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഓടുകയാണ് കേട്ടോ, നടക്കുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ദേവേനി പറഞ്ഞു, കുറെ നാളായി നടന്നിട്ട്, അതുകൊണ്ട് ചെറിയ അണപ്പുണ്ട്, എങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് സമയം ഇരിക്കാം, ബാ ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞ് രണ്ടുപേരും തോളുമേ കൈയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ദേവേനി പറഞ്ഞു, മുമ്പ് നിന്നെ കാണുന്നത് എനിക്ക് ദേഷ്യമായിരുന്നു. സത്യം പറഞ്ഞ ഇപ്പൊ ഉണ്ടല്ലോ, മോളെ കാണുന്നത് മോൾക്കൊപ്പം ഇരിക്കുന്നതൊക്കെ ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം പോലും മോളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നെ കെട്ടിയവനെയും മകനെയും പിന്നെ പിരിഞ്ഞിരിക്കാം, പക്ഷെ മോളെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. ആദർശിനോടൊപ്പം മോള് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നവരെ ഒരു സമാധാനവും ഇല്ല. അങ്ങനെയാ എൻ്റെ കാര്യം. ഞാനും വല്ലാണ്ട് അമ്മയിലേക്ക് അടുത്തോണ്ടിരിക്കുക. എന്താണെന്നറിയില്ല, എനിക്കും അമ്മേനെ കാണാതിരിക്കാൻ പറ്റില്ല. ഒരു ദിവസം പോലും എനിക്കിപ്പം എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോലും തോന്നുന്നില്ല അമ്മേ. എനിക്ക് അമ്മേനെ കണ്ടുകൊണ്ട് അനന്തപുരി തറവാട്ടിൽ ഇരിക്കാനാ തോന്നുന്നത്. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമായി. ദേവയാനി നമ്മുടെ നയനയെ ചേർത്ത് ഇങ്ങനെ പിടിച്ച് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്ന് ആടുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. ആ റോഡിന്റെ സൈഡിലാന്ന് ഓർത്തോളൂ, ആരെങ്കിലും കണ്ടാൽ തീർന്ന് ദാമ്പത്തിരിയുടെ തോമാവും ഇവരുടെ കള്ളക്കിലയല്ല. ഏതായാലും ഇതേ സമയം പിന്നെ നമ്മുടെ അനന്തപുരി തറവാടാട്ടോ കാണിക്കുന്നത്. നമ്മുടെ ആദർശം നല്ല ഉറക്കമാണ്. ആദർശം ഉറക്കമാണെന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നയനയെ കാണുന്നില്ല. ഇതിൽ നയനെ കാണാത്തത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് നോക്കി. പിന്നെ നയനെ ഇല്ലാത്തതിന്റെ നയനെ ചിലപ്പോൾ കിച്ചണിലൊക്കെ ആയിരിക്കുമല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് അങ്ങനെയൊന്നും ചിന്തിച്ചില്ല കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശി വരുന്നത്. മുത്തശ്ശിയാണ് ചായയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് മുത്തശ്ശീനെ കണ്ടതും എന്തു പറ്റി? ഇന്ന് കണി കാണുന്നത് ഭാര്യനെ അല്ല എന്നെ അല്ലേ? മുത്തശ്ശീനെ കണി കാണുന്നത് നല്ലതല്ലേ മുത്തശ്ശി? എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കാണുന്ന മുഖല്ലേ ഇത്, പിന്നെന്താ പ്രശ്നം? അല്ല, നയനെ എവിടെ പോയി? നയനെ കാണുന്നില്ലല്ലോ. രാവിലെ നടക്കാനാണെന്ന് പറഞ്ഞ് പോയതാ. അതിനു മുമ്പ് വേറൊരാള് പോയി. ആര്? അത് ദേവയാനി. അല്ല അമ്മ ഇടയ്ക്കൊക്കെ എൻ്റെ ഒപ്പം നടക്കാൻ വന്നിട്ടുണ്ട്, പക്ഷെ വിളിച്ചാ ഭയങ്കര പ്രയാസമാ. ഇന്ന് രാവിലെ പോയെന്നോ? അത് വലിയ അതിശയമായി പോയല്ലോ. അതിശയമായി പോയി. ആദ്യം അമ്മായിയമ്മ പോയി, പിന്നെ മരുമകളും പോയി. രണ്ടുപേരും പോയോ? എന്നിട്ട് നടക്കാൻ പോകുന്ന കാര്യമൊന്നും ഇന്നലെ രാത്രി നയനി എന്നോട് പറഞ്ഞില്ലല്ലോ. ഇനി അമ്മായിയമ്മയുടെ പിന്നാലെ മരുമകൾ പോയതാണോ എന്നൊന്നും എനിക്കറിയില്ല മോനെ. ഏതായാലും രണ്ടുപേരും നടക്കാനായിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. എന്നാലും പോകുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാതെ പോവോ? അതെന്തെങ്കിലും ആയിക്കോട്ടെ മോനെ,
എങ്ങനെയെങ്കിലും അവർ തമ്മിലുള്ള അകലം കുറയ്ക്കണം. അതിന് നയനയ്ക്ക് അമ്മയോട് അകൽച്ചയൊന്നുമില്ലല്ലോ. അമ്മയല്ലേ അവളോട് പിണങ്ങി നടക്കുന്നത്. അമ്മയ്ക്കല്ലേ പിണക്കമുള്ളത്. പിണക്കം ദേ ഇപ്പൊ ഉണ്ടല്ലോ. ഇപ്പൊ അങ്ങനെ പിണക്കമൊന്നുമില്ല. ഇപ്പൊ നയനയ്ക്ക് വേണ്ടതെല്ലാം അവൾ ഒരുക്കി കൊടുക്കുന്നുണ്ടല്ലോ. അത് പൂർണ്ണ മനസ്സോടുകൂടി ഒരുക്കി കൊടുത്താലേ അത് അവൾക്ക് വലിയ തൃപ്തിയാ. ദേവയാനിയും നയനയും തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന് ഏത് നേരവും മോന്റെ മുത്തച്ഛൻ എന്നോട് പറയാറുണ്ട്. ഫോൺ വിളിക്കുമ്പോഴും. അതിന് മുത്തച്ഛന് പോലും കഴിയുന്നില്ലല്ലോ മുത്തച്ഛി. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? മോനെ കൊണ്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചാല് എന്റെ ഭാര്യനെ പറഞ്ഞു തരി തന്നെ എനിക്ക് പറ്റും. പിന്നെ ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൾക്ക് അമ്മയോടുള്ള സ്നേഹം എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയത്തില്ലേ മുത്തച്ഛി. പിന്നെ ഞാനിപ്പോ അവളെ തിരുത്തേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം ജീവ പോലും അമ്മായിയമ്മയ്ക്ക് കൊടുക്കാൻ മടിയില്ലാത്തവളായില്ലേ നയന. പിന്നെ ഇവിടെ തിരുത്തേണ്ടത് എന്റെ അമ്മയാ. അതിപ്പോ മോനായി എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ നിങ്ങൾക്കാർക്കും പറ്റാത്തത് എന്നെ കൊണ്ട് കഴിയുമോ മുത്തശ്ശി? അപ്പോഴത്തേക്ക് നമ്മുടെ വസുധര പറഞ്ഞ് കഴിയും, മോനെ കൊണ്ടേ കഴിയൂ. അതങ്ങനെയാ. ഒരമ്മയെ തിരുത്താൻ മകനെ കൊണ്ടേ കഴിയൂ. ദേവയാനി ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മോനെ നിന്നെയാ, മക്കൾക്ക് മുകളിലല്ല മറ്റാരും. അത് മനസ്സിലാക്ക. നിനക്ക് വേണ്ടിയാ മുമ്പ് ദേവയാനി നയനെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് വന്നത്. മോനെ മറന്നിട്ടില്ലല്ലോ. ഇപ്പൊ നയനെ വീട് വിട്ടു പോയാൽ നീ വിഷമിക്കുന്നത് കരുതിയ നയനമോൾക്ക് ഇഷ്ടപ്പെട്ട ഓരോന്നുണ്ടാക്കി കൊടുത്ത് വെച്ചും വിളമ്പി അവൾ ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത്. നീ ഒന്ന് മനസ്സ് വെച്ചാല് അവര് തമ്മിലുള്ള പിണക്കം മാറ്റാനതേ ഉള്ളൂ. നമുക്ക് മാറ്റിയെടുക്കാം. അല്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടല്ലോ മുത്തശ്ശി. നയനി ഇവിടുന്ന് പോണെന്ന് അമ്മ പറയുന്നുമില്ലല്ലോ. ഇനിയിപ്പം ഇത് സാവകാശമൊക്കെ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും എനിക്കും മോന്റെ മുത്തശ്ശനും ഒരാഗ്രഹമുണ്ട്. അത് അത് നടക്കണം. അവര് രണ്ടാളും കൂടി സ്നേഹത്തോടെ സംസാരിക്കുന്നതും അവര് ഒരുമിച്ച് പുറത്തേക്ക് പോകുന്നതും അവര് ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ കാണണം. മോനെ അറിയാലോ, അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ട് ഇപ്പം. ഇനിയിപ്പം ഞങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നടക്കണം, അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ഞങ്ങളെ കാലം കഴിയുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് നടന്ന് കണ്ടാൽ മതിയായിരുന്നു. നിന്റെ മുത്തശ്ശന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി. എങ്ങനെ നടന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. എവിടെയും തല ഉയർത്തി പിടിച്ച് നടന്നിരുന്നുള്ളൂ. രാത്രി 10 മണിയായി കഴിഞ്ഞാൽ നിന്റെ അച്ഛനും ഇളയച്ഛനും പോലും വീട്ടിനകത്തേക്ക് കയറി വരാൻ പേടിയായിരുന്നു. എന്തുകൊണ്ടാ? മുത്തശ്ശനെ പേടി. അങ്ങനെ എന്തെല്ലാം ചിട്ടകളും നിയമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മോന്റെ മുത്തശ്ശന്. ആ ആളിപ്പം നിങ്ങളെയൊക്കെ ഉണ്ടല്ലോ ചെറുതായിട്ട് ഭയപ്പെടുന്നുണ്ടോന്ന് എനിക്ക് ചില സമയം തോന്നിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലൂടെയാ. അല്ല മുത്തശ്ശി എന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? മോനെ പ്രായമായി കഴിഞ്ഞാലേ മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം എത്താതെ ആകുമ്പോഴേ അങ്ങനെ എല്ലാവർക്കും ഉള്ളിന്റെ ഉള്ളിലൊരു ഭയം ഉണ്ടാകുന്നേ. അത് സ്വാഭാവികമാണ്. പുറമെ ഗാംഭീര്യം കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ പരസഹായം ഏത് സമയത്തും വേണ്ടി വരും എന്ന ഒരു ചിന്തയുണ്ടാകും. അതൊന്നും മോൻ ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ പ്രായത്തിൽ മോൻ എത്തണം. ഇപ്പൊ മുത്തശ്ശനും ആ ചിന്തയുണ്ട്. അവിടെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ കയറി വന്നാൽ നിന്റെ അമ്മയും ഇളയമ്മയെക്കാലൊക്കെ മോന്റെ മുത്തശ്ശന് നയനമോള് ജീവന. നയനമോള് അദ്ദേഹത്തെ നന്നായിട്ട് നോക്കുന്നറിയാം. ഇത് പറയുമ്പം നിനക്ക് വിഷമമൊന്നും തോന്നരുത് കേട്ടോ. മക്കളായാല് നിന്റെ അച്ഛനെയും ഇളയച്ഛനെയും കൊച്ചുമക്കളായ നിങ്ങളെയൊക്കെ കാണും. ഇപ്പൊ മുത്തച്ഛന് ഇഷ്ടം നയനമോളെ തന്നെയാ. നയനമോളോടാ പ്രിയം. അതെന്താണെന്ന് ചോദിച്ചാൽ അവളുടെ പെരുമാറ്റം തന്നെ. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ തന്നെ ദൈവത്തിനോട് അദ്ദേഹം എപ്പോഴും നന്ദി പറയാറുണ്ട്. അപ്പം മുത്തശ്ശി പറയാറില്ലേ? അത് പിന്നെ പറയാനുണ്ടോ മോനെ? പിന്നെ മുത്തശ്ശി പറയാറില്ലേ? എന്റെ കാര്യം അങ്ങനെ തന്നെയാ. എനിക്കും നയനമോള് ഒത്തിരി ഇഷ്ടം. ഇതുപോലൊരു തങ്കക്കുളത്തെ വേറെ എവിടെ കാണാൻ കഴിയും മോനെ? ഇതുപോലെ നല്ലൊരു മരുമകള് വേറെ എവിടെ കിട്ടും? നീ നല്ലൊരു ഭാഗ്യവനാ മോനെ. അതുകൊണ്ടാ നിനക്ക് ഇങ്ങനെ ഒരു ഭാര്യനെ കിട്ടിയത്. ഈ ജന്മത്തിൽ വേറെ ആർക്കും ഇങ്ങനെ ഒരു ഭാര്യനെ കിട്ടില്ല. അതുപോലെ നല്ല മനസ്സുള്ള ഒരു മോളെയല്ലേ കിട്ടിയത്. എന്നിട്ട് നമ്മുടെ മുത്തശ്ശി അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, നീ കൊള്ളാലോടി ഭാര്യയെ, ഞങ്ങളെയൊക്കെ പിന്നിലാക്കിയിട്ട് നീ ഇങ്ങനെ കുതിക്കുകയാണല്ലേ. അല്ല, അമ്മ നടക്കാൻ പോയി, പിന്നാലെ ഭാര്യയും. രണ്ടെണ്ണം നടക്കുന്ന കാര്യമൊന്നും പറഞ്ഞുമില്ല. എന്തായിരിക്കും? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഈ സമയത്ത് നമ്മുടെ ദേവയാനിയും നയനയും കാണിക്കുക. അപ്പൊ ദേവയാനി പറഞ്ഞു, കുറെ നേരമായില്ലേ നമ്മൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, നമുക്ക് ഒന്നുകൂടെ നടന്നാലോ? എന്നാ പിന്നെ ഒന്നുകൂടെ നടക്കാം, ഒരു റൗണ്ടോടെ നടന്നിട്ട് നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും നടക്കുകയാണ് കേട്ടോ. ഒരുമിച്ച് ചേർന്ന് കെട്ടിപ്പിടിച്ചാ നടക്കുന്നത്. അപ്പോഴത്തേക്കുമാണ് ആ കാഴ്ച കണ്ട് ഞെട്ടുന്നത്. ആരാണ്? നമ്മുടെ ആദർശ് മുമ്പിൽ വന്ന് പെട്ടില്ലേ. ആദർശിനെ കണ്ടത്, അയ്യോ ഞാൻ പോവാണ് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ വിട്ടടിച്ച് പുറകോട്ട് ഓടി. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ആദർശ് ഓടി 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 വരുന്നത്. നയനെ അപ്പൊ അങ്ങ് പോയി കേട്ടോ. ദേവയാനി അവിടെ നിൽക്കുകയാണ്. ദേവയാനി പതുക്കെ ഇങ്ങനെ ഓടാനും ചാടാനും നടക്കാനൊക്കെ തുടങ്ങി. അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാവേ. നമ്മുടെ നയനയും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണത്തിനെ പൂട്ടി കെട്ടൂലോ. അങ്ങനെ നമ്മുടെ ദേവയാനിനെ കണ്ടതും ആദർശ് പതിയെ അടുത്തേക്ക് വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, നീ നടക്കാൻ വരുന്നുണ്ടെങ്കിൽ എന്നോട് പറയാത്തത് എന്താ? നമുക്ക് ഒരുമിച്ച് വരായിരുന്നല്ലോ.
ആ ഏയ് പതിവില്ലാതെ അമ്മായിയമ്മയും മരുമകളും കൂടെ നടക്കാൻ ഇറങ്ങിയപ്പം എനിക്ക് ഒരു സംശയം തോന്നി. അമ്മായിയമ്മയും മരുമകളോ? ഞാൻ ഒറ്റയ്ക്കാ നടക്കാൻ ഇറങ്ങിയത്. അതിനു പിന്നാലെ നയനയും നടക്കാൻ വേണ്ടി ഇറങ്ങിയല്ലോ. നയന വന്നെന്നോ? ഞാനൊന്നും കണ്ടില്ല, അവളെയൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ അങ്ങനെ വന്നിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടുന്ന് പോയേനെ. അവളുടെ മുഖം ഇവിടെയും കൂടെ കാണാൻ എനിക്ക് പറ്റത്തില്ല. സാധാരണ അവൾ ഇങ്ങോട്ടാണല്ലോ വരാറുള്ളത്. ഇങ്ങോട്ട് വന്നപ്പോ ചിലപ്പോ എന്നെ കണ്ടു കാണും. ആ സമയത്ത് തന്നെ വിട്ടടിച്ച് പോയി കാണും. പിന്നെ ഇവിടെ നടക്കുന്നത് പന്തിയല്ലെന്ന് തോന്നിയിട്ട് അവള് തന്നെ മാറിയിട്ടുണ്ടായിരിക്കും. അതായിരിക്കും. അല്ല, അമ്മയ്ക്ക് വയ്യാത്തതല്ലേ? അമ്മയ്ക്ക് ഇങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് ഇന്നലെ രാത്രി പറയായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ രാവിലെ വന്നിരുന്നേനല്ലോ. ഇങ്ങനെ ഒറ്റയ്ക്ക് വരണ്ടായിരുന്നല്ലോ. അതിന്റെ കാര്യമൊന്നുമില്ല. നിന്റെ ഉറക്കം ഞാനായിട്ട് എന്തിനാ മോനെ കളയുന്നത്? എനിക്കിപ്പോ ഒരു കുഴപ്പവുമില്ല. എനിക്ക് കരള് ദാനം ചെയ്ത പെൺകുട്ടിയുടെ സഹായം കൊണ്ട് ഞാനിപ്പോ എല്ലാ അർത്ഥത്തിലും ഓക്കെയാ, പെർഫെക്റ്റാ. പിന്നെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇതുവരെ ആ പെൺകുട്ടീനെ നീ നിന്റെ അച്ഛനും എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. അല്ല, ഇപ്പൊ അമ്മ ഇപ്പൊ കുറിച്ചൊന്നും ചോദിക്കുന്നില്ലല്ലോ. ചോദിച്ചിട്ട് എന്താ കാര്യം? ചോദിച്ചു മടുത്തില്ലേ? അവളും അവളുടെ ഭർത്താവും ഈ നാട്ടിലില്ലെന്നല്ലേ നീ പറയുന്നത്? അവര് പിന്നെ വിളിച്ചിട്ടില്ല അമ്മേ. അവരെ കണ്ടിട്ടില്ല. പിന്നെ അത് വേറൊന്നും കൊണ്ടും ആയിരിക്കത്തില്ല. അവര് നാട്ടിൽ വന്നു എന്ന് അറിഞ്ഞിട്ട് അമ്മ അവരെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് ഇനി പിന്നാലെ ചെന്നാലോ എന്നോർത്തിട്ടായിരിക്കും. അതുകൊണ്ട് അവരിനി കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാ. ചിലപ്പം അവരെ അങ്ങോട്ട് വിളിക്കാതിരിക്കാൻ ഫോൺ നമ്പർ വരെ ചിലപ്പോൾ മാറ്റും. അതിനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോ നീയും അവനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്നൊക്കെ എനിക്ക് മനസ്സിലായി മോനെ. ഇനിയിപ്പൊ അതേ കുറിച്ച് ചോദിച്ച് ഞാൻ ശല്യം ചെയ്യുന്നില്ല. എന്തിനാ വെറുതെ ശല്യം ചെയ്യുന്നത്? നടക്ക് എന്റെ പൊന്നുമോ, നടക്ക് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ നടക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ദേവയാനി പതിയെ പരന്ന് ഇങ്ങനെ നോക്കും. മോള് ഇത് എങ്ങോട്ടാ പോയത് അറിയത്തില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ആദിശ്യ ചോദിച്ചു, അമ്മ ഇത് ആരെയാ നോക്കുന്നത്? ചുറ്റും നോക്കുന്നത്? ഞാൻ ആരെയും നോക്കിയില്ല. ഞാൻ ചുമ്മാ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കുമായിരുന്നു. ഇവന് ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വരുമെന്ന് ചിന്തിച്ചതേ ഇല്ല. മോള് പറഞ്ഞ ദൈവം വരാൻ സാധ്യതയുണ്ടെന്ന്. അതെ മോനെ, ഞാൻ ഒരു റൗണ്ട് നടന്നിട്ട് ഇടയ്ക്ക് വിശ്രമിച്ചതാ. അതുകൊണ്ട് കൂടുതൽ നടക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഇരിക്കുക. അതൊന്നും സാരമില്ല, നമുക്ക് ഒരു റൗണ്ടും കൂടെ നടന്നിട്ട് പോകാം. ഇല്ലില്ല, ഞാൻ പോവുക, എനിക്ക് പറ്റില്ല. തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം. അമ്മ ഒറ്റയ്ക്ക് പോകണ്ട. എന്നാ പിന്നെ അങ്ങനെ മതി. അല്ല, അതിൻ്റെ ഇടയ്ക്ക് എന്റെ ഭാര്യ എങ്ങോട്ടാ പോയെന്ന് നോക്കണ്ടേ? അവളെ എവിടെ പോയാലും വീട്ടിലെത്തിക്കോളും. അമ്മ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ ദേവയാനി പതുക്കെ ചുറ്റും അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, നയനയെ കാണാത്തത് കൊണ്ട് തന്നെ. ഏതായാലും ആദർശ് ഫ്രണ്ടിൽ പോകുന്നു, നമ്മുടെ ദേവയാനി പുറകെ നടക്കുന്നു. അങ്ങനെ ഓട്ടവും നടത്തമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ദേവയാനി ആദർശും കൂടെ വണ്ടിയിൽ കയറി പോവാണ് കേട്ടോ. അപ്പോഴും നമ്മുടെ ദേവയാനിയുടെ മനസ്സിൽ ദൈവമേ നയനയെ കാണുന്നില്ലല്ലോ എന്ന് തന്നെയാണ്. അങ്ങനെ ഇവർ വണ്ടിയായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ നയന ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം. അപ്പൊ പെട്ടെന്ന് ആദർശ് വണ്ടി നിർത്തിട്ടോ, ഓഹോ താനിത് ആയിരുന്നടോ, ഞാൻ തന്നെ നോക്കി മടുത്തല്ലോ. അത് പിന്നെ ഞാന് ഗ്രൗണ്ടിലേക്ക് ഓടാൻ വന്നതായിരുന്നു, നടക്കാൻ വന്നതായിരുന്നു. എന്നിട്ട് പിന്നെ എന്ത് പറ്റി? അമ്മേനെ കണ്ടതും നീ ഓടിപ്പോയോ തിരിച്ച്? അത് പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു, അങ്ങനെ ഓടിപ്പോയെങ്കിൽ നന്നായി, അല്ലെങ്കിൽ പിന്നെ ഇവളുടെ തിരുമോന്ത കണ്ടോണ്ട് ഞാൻ അതിലെ നടക്കേണ്ടി വന്നില്ലല്ലോ. ഏതായാലും നന്നായി ഓടിപ്പോയത് എന്നിങ്ങനെ പറയാണ്. അപ്പൊ ആദർശ് പറഞ്ഞു, താൻ വണ്ടിയിൽ കയറണോ, നമുക്ക് ഒരുമിച്ച് പോകാം. ഞാന് നടന്നു വന്നോളാം ആദർശേട്ടാ. അതൊന്നും വേണ്ട, താൻ വണ്ടിയിൽ കയറ്. ഏതായാലും കഴിഞ്ഞതല്ലേ, മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലേ കയറ് എന്നിങ്ങനെ പറയാണ്. ഏതായാലും നമ്മുടെ നയനിയും വണ്ടി കയറിയിട്ട് ഇവര് നേരെ അനന്തപുരിയിലേക്ക് വിട്ടു പോവാ. അപ്പൊ ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ ആദർശ് ചോദിച്ചു, ഇത് എന്ത് പറ്റിയെന്ന്? പതിവില്ലാതെ രണ്ടുപേർക്കും ഒരുപോലെ തന്നെ നടക്കാൻ തോന്നിയത് ഇന്ന്? നിങ്ങളുടെ മനസ്സ് ഒരുപോലെയാണല്ലോ ഇപ്പൊ ചിന്തിക്കുന്നത്. അപ്പം പെട്ടെന്ന് നമ്മുടെ ദേവയാനി പറഞ്ഞു, ഞാൻ ആദ്യം നടക്കാൻ ഇറങ്ങിയത്, അത് കണ്ടിട്ടായിരിക്കും ഇവള് നടക്കാൻ ഇറങ്ങിയത്. അത് പിന്നെ അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നാലെ വന്നത്. പിന്നെ അമ്മ ഗ്രൗണ്ടിൽ നടക്കുന്നത് കണ്ടപ്പോ ഞാൻ അവിടെ നിന്ന് മാറി നടന്നേ ഉള്ളൂ. അയ്യോ, എന്റെ കാര്യത്തിൽ ഇവക്ക് എന്തൊരു ശ്രദ്ധയാ. ആദർശ്, അത് പിന്നെ എനിക്ക് എല്ലാവരുടെയും കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. എന്നെ ശ്രദ്ധിക്കാത്തത് മറ്റുള്ളവരാ. അത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു, ഇനിയിപ്പോ രണ്ടുപേരും കൂടെ ചുമ്മാ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. നമുക്ക് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നല്ല വെജിറ്റബിൾ ജ്യൂസ് കിട്ടും, അത് കുടിച്ചിട്ട് പോകാം. അതൊന്നും വേണ്ട, എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം. അമ്മേ, കരളിന് നല്ല ശക്തി കിട്ടുന്ന ജ്യൂസാ. എങ്കിൽ പിന്നെ അത് നിന്റെ ഭാര്യയ്ക്ക് നീ മേടിച്ചു കൊടുക്ക, അതാ നല്ലത്. എന്റെ ഭാര്യയ്ക്ക് എന്തിനാ ഞാൻ മേടിച്ചു കൊടുക്കണത്? ഇവളുടെ കരളിനല്ലല്ലോ കുഴപ്പമുള്ളത്. വെജിറ്റബിൾ ജ്യൂസ് രാവിലെ കുടിക്കുന്നത് കരളിന് മാത്രമല്ല, തലയ്ക്ക് നല്ലതാ. ഇവളുടെ തലയ്ക്ക് നല്ല കുഴപ്പമുണ്ട്, നല്ല കുഴപ്പം. അതുകൊണ്ട് ഇവക്ക് മേടിച്ചു കൊടുക്കാൻ പറയാണ് കേട്ടോ. ഇത് കേട്ടോ നമ്മുടെ ആദർശം ഒന്ന് ചിരിച്ചു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇവക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല.
എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് തോന്നുന്നുണ്ടോ? ഒന്ന് മുഖത്ത് നോക്കിയോ, ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ ഇരുന്ന് ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നയനി ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ദേവയാനി തിരിഞ്ഞു നോക്കിട്ടോ. ദേവയാനി തിരിഞ്ഞു നോക്കിയപ്പോൾ നയനി ഇങ്ങനെ ചിരിച്ച് കാണിക്കുകയാണ്. അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. ഒന്നും മിസ് ചെയ്ത് കളയരുത്. രേവതിയുടെയും സച്ചിയുടെയും വിശേഷം നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.